നമസ്കാരം. കെ.ബി. ഗണേഷ് കുമാർ മത്സരിക്കുന്ന പത്തനാപുരം മണ്ഡലത്തിൽ പ്രചരണത്തിൽ സജീവമായി ഉമ്മൻചാണ്ടിയുടെ കുടുംബം. ചാണ്ടിയുമ്മൻ നേരത്തെ തന്നെ മണ്ഡലത്തിലെത്തി പ്രചരണം തുടങ്ങിയെടുത്ത് ഇപ്പോൾ മറിയ ഉമ്മനും സജീവമായി. ഗണേഷ് കുമാറിനെതിരെ വോട്ട് തേടിയാണ് മറിയ മണ്ഡലത്തിലെത്തിയത്. ഇതുവഴി ഉമ്മൻചാണ്ടിക്കെതിരായ ചതിപ്രയോഗം മണ്ഡലത്തിൽ ചർച്ചയാക്കുകയാണ് UDF. പ്രതികാരം എന്ന വാക്ക് അപ്പയുടെ നിഘണ്ടുവിൽ ഇല്ലായിരുന്നുവെന്നും കല്ലെറിഞ്ഞവനോട് പോലും ക്ഷമിച്ച പാരമ്പര്യമാണ് ഉമ്മൻചാണ്ടിക്കുള്ളതെന്നും മകൾ മറിയ ഉമ്മൻ പ്രചരണത്തിനിടെ വ്യക്തമാക്കി. സോളാർ വിവാദത്തിലെ പ്രതിയുടെ കത്തിൽ പേജുകൾ കൂട്ടിച്ചേർത്തതിന് പിന്നിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ആണെന്ന ആരോപണം നിലനിൽക്കെയാണ് പത്തനാപുരത്ത് UDF-ന് വേണ്ടി വോട്ട് ചോദിച്ച് ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ എത്തിയത്. ഇന്ന് രാവിലെ മണ്ഡലത്തിലെത്തിയ മറിയ വീടാന്തരം കയറിയിറങ്ങിയാണ് ഗണേഷിനെതിരെ വോട്ട് ചോദിച്ചത്. പത്തനാപുരത്ത് ഇത്തവണ കാറ്റ് മാറി വീശുമെന്ന് മറിയ ഉമ്മൻ പറഞ്ഞു. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചവർക്ക് കാലം മാപ്പ് നൽകില്ലെന്ന രാഷ്ട്രീയ നിലപാടാണ് UDF പത്തനാപുരത്ത് ഉയർത്തിക്കാട്ടുന്നത്. സോളാർ വിവാദത്തിലെ പ്രതിയുടെ കത്തിൽ ഗണേഷ് കുമാർ പേജുകൾ കൂട്ടിച്ചേർത്തുവെന്ന ആരോപണവും വീണ്ടും ചർച്ചയായിട്ടുണ്ട്. ഈ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. പത്തനാപുരത്തെ ജനങ്ങൾ ഉമ്മൻചാണ്ടിയുടെ വലിയ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നവരാണെന്നും തനിക്ക് ലഭിക്കുന്ന സ്വീകരണം ജ്യോതികുമാർ ചാമക്കാലയുടെ വിജയം ഉറപ്പിക്കുന്നതാണെന്നും മറിയ ഉമ്മൻ പറഞ്ഞു. മണ്ഡലത്തിൽ നേരത്തെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സുകളാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഗണേഷ് കുമാറിനെതിരെ കേസടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് UDF പ്രചരണം സജീവമാക്കിയിട്ടുള്ളത്. പൊതുപ്രവർത്തകന് സ്വഭാവശുദ്ധി നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്ന് പത്തനാപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയരാകുന്നവരാണ് പൊതുപ്രവർത്തകർ. അങ്ങനെ ഇരിക്കെ തനിക്ക് എന്തുമാകാമെന്നും 5000 കാമുകിമാരുണ്ട് എന്നുമൊക്കെ പരസ്യമായി ഒരു ജനപ്രതിനിധി പറയുന്നത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു. എനിക്ക് 5000 ഭാര്യമാരൊന്നുമില്ല. എനിക്കൊരു ഭാര്യയും 2 മക്കളുമാണ്. നല്ല സന്തുഷ്ടമായ കുടുംബജീവിതം നയിച്ചു പോകുന്നു. എന്നെ ഭാര്യ തല്ലിയിട്ടില്ല, എന്നെ നാട്ടുകാരും തല്ലിയിട്ടില്ല, ഞാൻ തിരിച്ചും തല്ലിയിട്ടില്ല. പൊതുപ്രവർത്തകർക്ക് ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വിവാദ വിഷയങ്ങൾ ചർച്ചയാകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. നമ്മൾ ആരും പറയേണ്ടതില്ല. ജനങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഫലം വരുമ്പോൾ ആളുകൾ എന്നെ ചേർത്ത് നിർത്തുമെന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും ജയിച്ചാലും ഈ മണ്ഡലത്തിൽ സജീവമായി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 5 വർഷമായി സജീവമായി മണ്ഡലത്തിൽ നിന്നയാളാണ്. അവരുടെ സുഖദുഃഖങ്ങളിൽ ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അത് അക്ഷരം പ്രതി പാലിച്ചിട്ടുണ്ട്. വിവാഹത്തിന് ക്ഷണിച്ചാൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. മരണവീടുകളിൽ ബന്ധുക്കളെ ആശ്വസിപ്പിച്ച് അനുശോചനം രേഖപ്പെടുത്തുക എന്നത് പൊതുപ്രവർത്തകൻ അടിസ്ഥാനമായി ചെയ്യേണ്ട ഒരു കർത്തവ്യമാണ്. പക്ഷേ അതിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ എതിർ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ശവപ്പെട്ടി കച്ചവടക്കാരന്റെ മനസ്സുള്ള ആളെന്നും ശവന്തീനി എന്നും എന്തെല്ലാം തരത്തിലാണ് നമ്മുടെ MLA ആക്ഷേപിച്ചിട്ടുള്ളത്. ഞാൻ ഒരു ഘട്ടത്തിലും പ്രതികരിച്ചിട്ടില്ല. അതിനൊക്കെ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. മരണവീട്ടിൽ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞാൻ ഇനിയും ആവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ അരികിലുണ്ട് ചാമക്കാല എന്നാണ്. അരികിലോ കയ്യാലപ്പുറത്തോ ഒന്നുമല്ല, ജനങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഇന്നലെ എതിർ സ്ഥാനാർത്ഥി പൊതുയോഗത്തിൽ പറയുന്നത് കേട്ടു. ജനങ്ങളുടെ ഇടയിലില്ല, വേറെ സ്ഥലങ്ങളിലുണ്ട്. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഞാൻ മറ്റൊന്നും പറയുന്നില്ല. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങളാണ് യജമാനന്മാർ. ഞാൻ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. അവർ എന്നോടൊപ്പം ചേർന്ന് നിൽക്കും, UDF-നൊപ്പം ചേർന്ന് നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷവും സജീവമായി ഈ മണ്ഡലത്തിൽ നിന്ന ആളെന്ന നിലയിൽ, ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ സജീവമായി നിന്ന ആളെന്ന നിലയിൽ എനിക്ക് അവരിൽ നല്ല വിശ്വാസമാണ്. അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ UDF-ന് അനുകൂലമായ ഒരു വിധിയെഴുത്തുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും, ഒരു തർക്കവും വേണ്ട. R. ബാലകൃഷ്ണപിള്ള സാറും VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്. ഉമ്മൻചാണ്ടി സാറുമായി ബന്ധമുള്ള കേരളീയരുടെ വികാരം വ്രണപ്പെടുത്തി പ്രതിനിധിയുള്ള മണ്ഡലമാണ് പത്തനാപുരം. ഈ 3 മഹാമേരുക്കളുടെ അഭാവത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവരോട് നീതി പുലർത്തണം, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയോട്. അതിന് ഈ മണ്ഡലത്തിലെ വോട്ടർമാർ സജ്ജരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നും ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു.